മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാഠഭാഗം അല്പമല്ല ഭുജിക്കുന്നു എന്ന് പറയുന്ന നമ്മളുടെ 3rd യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പാഠഭാഗം വരെ ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ക്രിസ്മസ് എക്സാമിന് ചിലപ്പോൾ ചോദിച്ചേക്കാവുന്ന ഒരു പാഠഭാഗമാണ് കേട്ടോ. അപ്പോൾ 3rd യൂണിറ്റ് അല്ലേ, ഈ പാഠഭാഗം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഠിക്കാതിരിക്കരുത്. ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാണ്ടായി പോകരുതല്ലോ. ചോദിച്ചില്ലേ കുഴപ്പമൊന്നുമില്ല, ഇനി ചോദിച്ചാൽ നമുക്ക് പാഠം അറിയാത്തതിന്റെ പേരിൽ നമുക്ക് മാർക്ക് മിസ്സാവരുത്. അപ്പോൾ പഠിച്ചു വെച്ചോളുക. ഇതെന്താണ്, ഒരു തുള്ളൽ കൃതിയാണ്. കുഞ്ചൻ നമ്പ്യാരുടെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാവ്യഭാഗമാണ് അല്പമല്ല ഭുജിക്കുന്നു എന്ന് പറയുന്ന പാഠഭാഗം. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ യൂണിറ്റിന്റെ പ്രവേശകം എന്താണ് യൂണിറ്റ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ടീച്ചർ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൽ മാറുന്ന ഭക്ഷണ സംസ്കാരത്തെയും അമിതമായി ഭക്ഷണം കഴിക്കുന്നവരെയും അല്ലെ, കാലത്തിനനുസരിച്ചുള്ള ഭക്ഷണ രീതി ആരോഗ്യത്തെ ബാധിക്കുന്ന ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. യൂണിറ്റിന്റെ പ്രവേശകത്തിൽ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെടുന്ന പാഠഭാഗങ്ങൾ തന്നെയാണ് ഈ ഒരു യൂണിറ്റിലുള്ള 3 പാഠഭാഗങ്ങളും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അല്പമല്ല ഭുജിക്കുന്നു എന്ന് പറയുന്ന പാഠഭാഗത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ആരാണ് ഇത് എഴുതിയത്? കുഞ്ചൻ നമ്പ്യാരാണ്. 18ാം നൂറ്റാണ്ടിലാണ് നമ്പ്യാർ ജീവിച്ചിരുന്നതെന്ന് നമുക്കറിയാം. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയാന്നറിയാം. ഒരുപാട് കവിത അല്ലെ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള കവിയാണ്. എങ്ങനെയുള്ള കവിതകളായിരുന്നു? നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമായിരുന്നു അദ്ദേഹത്തിന്റെ കൃതികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. ശീതകൻ തുള്ളൽ, ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ തുടങ്ങി 3 തരം തുള്ളലുകളാണുള്ളത്. ഇതിൽ മൊത്തത്തിൽ ഏകദേശം ഒരു 3ലും കൂടുതൽ 64-ലധികം കൃതികൾ ആരെ എഴുതിയിട്ടുണ്ട്? നമ്പ്യാരെ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കിട്ടും പണമെങ്കിൽ ഇപ്പോൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ നമ്പ്യാരെ കുറിച്ചും അദ്ദേഹത്തിന്റെ എന്താ പറയുക എഴുത്തിനെ കുറിച്ചും സാഹിത്യ രീതിയെക്കുറിച്ചും കേരളീയ പശ്ചാത്തലമുള്ള കവിതകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അദ്ദേഹത്തിന്റെ കവിതകളിൽ ചൊല്ലുകള്, പഴഞ്ചൊല്ലുകൾ ഏറെയും വരുന്നത് നമ്പ്യാരുടെ കവിതകളിലാണ് നമ്മൾ പഠിച്ചു. അതായത് കവിതകളിൽ വന്നതിന് ശേഷം ചൊല്ലുകളായതാണോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ചൊല്ലുകളെ കവിതയിൽ ഉപയോഗിച്ചാണോ എന്നൊന്നും നമുക്കറിയില്ല. കാരണം ഒരുപാട് ചൊല്ലുകൾ, പഴഞ്ചൊല്ലുകളുടെ ആരെ കൃതിയിൽ കാണാൻ പറ്റുന്നു? നമ്പ്യാരുടെ കൃതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പൊ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രോപാഖ്യാൻ എന്ന് പറയുന്ന പറയൻ തുള്ളലിലുള്ള ഒരു ഭാഗമാണ്. ഏത് തുള്ളലാണ്? പറയൻ തുള്ളലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പഞ്ചേന്ദ്രോപാഖ്യാൻ എന്ന് പറയുന്ന പറയൻ തുള്ളലുള്ള ഭാഗമാണ് അല്പമല്ല ഭുജിക്കുന്നു എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗം. അപ്പോൾ ഇത് പാഞ്ചാലി സ്വയംവരത്തിലെ സദ്യയുടെ വിശേഷങ്ങളാണ്. ഇത് ഒരു കല്യാണ വീട്ടിലൊക്കെ നടക്കുന്ന സമയത്ത്, കല്യാണം നടക്കുന്ന വീട്ടിൽ ഒരു സദ്യവട്ടം ഒരുങ്ങുന്ന സ്ഥലത്തേക്കുള്ള ബഹളത്തെ കുറിച്ചൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലെ. അത്രയും ബഹളമായിരിക്കും അവിടെ. അപ്പൊ അത്രയും ആളുകൾ വരും പോകും, ഫുള്ള് അച്ചറ അടിപിടി ബഹളം, ഫുൾ ബഹളമയമായിരിക്കും അവിടെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ബഹളം നിറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് പാഞ്ചാലി സ്വയംവരത്തിലുള്ള സദ്യ വർണ്ണനയാണ് അവിടെ നടക്കുന്നത്. വിഭവങ്ങളുടെ വിശദീകരണമുണ്ട്, വിളമ്പുകാരുടെ കൊതിയും ധൃതിയും ഭക്ഷണപ്പുരയിലുള്ള ബഹളങ്ങളും ഇതൊക്കെ വളരെ മനോഹരമായ രസകരമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ എത്ര കഴിച്ചാലും മതിയാവാതെ കഴുത്തോളം പൂർണ്ണമായിട്ട് നിറഞ്ഞാലും പുറത്തേക്ക് വരുന്നുള്ള അവസ്ഥയായാലും ഭക്ഷണം കഴിച്ചിട്ട് മതിയാകാത്ത ചില മനുഷ്യരെ കളിയാക്കുന്നു. മനുഷ്യന്റെ ഭക്ഷണത്തോടുള്ള ആർത്തിക്ക് നേരെ തുറന്നു പിടിച്ച കണ്ണാടിയാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു അല്ലെ, ആരാണ് പാഞ്ചാലി, എന്താണ് പാഞ്ചാലി, ഈ ഒരു നമ്മുടെ സിറ്റുവേഷൻ എന്നൊക്കെ നമുക്ക് നോക്കാം. പാഞ്ചാലി നമുക്കറിയില്ലേ, പാണ്ഡവരുടെ ഭാര്യയാണ് അല്ലെ. അപ്പോൾ ഇന്ദ്രസേന എന്ന് പറയുന്ന ഒരു ദേവശ്രീ പരമശിവനെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു ഒരിക്കലും. കഥയാണ്. അപ്പോൾ ഈ ഇന്ദ്രസേനയുടെ ആവശ്യം എന്ന് പറയുന്നത് നല്ലൊരു ഭർത്താവിന് വേണം എന്നുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെ ശിവൻ പ്രത്യക്ഷപ്പെടുന്നു. ശിവൻ പ്രത്യക്ഷപ്പെട്ട ഒരു അങ്കലാപ്പിൽ ഇല്ലേ, ശിവനെ പെട്ടെന്ന് കണ്ട സമയത്ത് എനിക്ക് ഭർത്താവിന് വേണം, എനിക്ക് നല്ല ഭർത്താവിന് വേണം, എനിക്ക് നല്ല ഭർത്താവിന് വേണം, എനിക്ക് നല്ല ഭർത്താവിന് വേണം, എനിക്ക് നല്ല ഭർത്താവിന് വേണം എന്ന് 5 തവണ അങ്ങ് പറഞ്ഞു ആര്? നമ്മൾ ഇന്ദ്രസേന. അപ്പോൾ ശിവൻ ഓക്കെ, നിനക്ക് 5 ഭർത്താക്കന്മാരെ ലഭിക്കട്ടെ എന്ന് ശിവൻ പറയുകയും ചെയ്തു. അപ്പൊ ഇന്ദ്രസേന പറഞ്ഞു, അയ്യോ എന്നോട് മാറിപ്പോയതാണ്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, എനിക്ക് ഒരു ഭർത്താവിന് മതി എന്ന് പറയാണ്. അപ്പൊ ശിവന്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രസേന എന്ത് ചെയ്യാണ്? ഗംഗാനദിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ മുട്ടോളം വെള്ളത്തിൽ നിന്നൊരു പ്രാർത്ഥിക്കണം. അങ്ങനെ ഇന്ദ്രസേനേന്റെ കണ്ണുനീരിങ്ങനെ ഒഴുകി താമരപ്പൂക്കളായി ഇങ്ങനെ ഗംഗയിലൂടെ ഒഴുകുകയാണ്. അപ്പൊ ഇത് കണ്ടോണ്ട് ആര് വരികയാണ്? നമ്മുടെ ഇന്ദ്രൻ. അപ്പൊ ഇത് എവിടുന്ന വരുന്നതെന്ന് അറിയണല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് വരുമ്പോൾ ഇന്ദ്രസേനനെ കാണുന്നു. അങ്ങനെ ഇന്ദ്രസേനനെയും കൂട്ടി ഇല്ലേ മറ്റേ ഹിമാലയത്തിന്റെ ഹിമപാർശ്വത്തിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്താണ് അവിടെ നമ്മുടെ ശിവനും പാർവതിയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വേഷമൊക്കെ മാറിയിട്ട് അവര് ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രനോട് ആരാ എന്ന് അല്ലെ, ആ ഒരു സാന്നിധ്യം ഇഷ്ടപ്പെടാതെ ശിവൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാന്ന് ചോദിക്കുന്ന സമയത്ത് ഇന്ദ്രന് അത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇന്ദ്രനാണ് എന്നൊക്കെ പറഞ്ഞ് ജാടെ അഹങ്കാരമൊക്കെ ഇടുകയാണ് കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ കലഹം ഉണ്ടാവുകയാണ്. അങ്ങനെ തുടർന്ന് ഇന്ദ്രൻ എന്ത് ചെയ്യാണ്, മറ്റ് 4 ഇന്ദ്രന്മാരെ കാണിച്ചു കൊടുക്കുകയാണ്. ആർക്ക്?
ഇന്ദ്രനെ. അപ്പോൾ ഇന്ദ്രന് മനസ്സിലായി. അപ്പോൾ ഇന്ദ്രൻ മാപ്പൊക്കെ പറയുന്നു, ശിവനാന്നൊക്കെ തിരിച്ചറിയാണ്. അങ്ങനെ ശിവൻ കൽപ്പിക്കുകയാണ് എന്ത്, അടുത്ത ഇതിൽ ഭൂമിയിൽ പാണ്ഡുവിൻ്റെ 4 മക്കളായിട്ട് 5 മക്കളായിട്ട് ജനിക്കട്ടെ എന്ന് ശിവൻ എന്ത് ചെയ്യാണ്, കൽപ്പിക്കുകയാണ്. അവരുടെ ഭാര്യയായിട്ട് ഇന്ദ്രസേന നമ്മളുടെ അല്ലെ ഇവർ മാറട്ടെ എന്നും എന്ത് ചെയ്യുന്നു പറയാണ്. ഇന്ദ്രസേന അവരുടെ ഭാര്യയായി മാറുന്നു പറയാണ്. അങ്ങനെ ഭൂമിയിൽ പാണ്ഡുവിൻ്റെ മക്കളായിട്ട് പഞ്ചപാണ്ഡവരായിട്ട് ഈ ഇന്ദ്രന്മാർ ജനിക്കുന്നു. അങ്ങനെ പിന്നീട് എൻ്റെ കുറേ സംഭവങ്ങളൊക്കെ എൻ്റെ ടീച്ചർ ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഇന്ദ്രസേനേനെ അല്ലെങ്കിൽ ദ്രുപദ രാജാവിൻ്റെ പാഞ്ചാല ദേശത്തുള്ള രാജാവിൻ്റെ മകളായിട്ട് നമ്മുടെ പാഞ്ചാലി ഇന്ദ്രസേന ജനിക്കുന്നു ഭൂമിയിൽ. അങ്ങനെ ഇന്ദ്രസേനനെ പാണ്ഡവരെന്ത് ചെയ്യാണ്, വിവാഹം കഴിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിവാഹം പാഞ്ചാലിയുടെ സ്വയംവരത്തിലുള്ള ആ ഒരു വിവാഹത്തിൻ്റെ സ്വയംവരത്തിലുള്ള സദ്യയുടെ വർണ്ണനകളാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ പാഠഭാഗത്ത് വിശദീകരിക്കുന്നത്. ടീച്ചർ അതൊന്ന് വായിക്കാം. നല്ല ചോറും നല്ല നെയ്യും നല്ല നേന്ത്രപ്പഴക്കായും നല്ല വണ്ണൻ പഴം കണ്ണൻ പഴം കാളിപ്പഴം നല്ല പഞ്ചസാര ഗുളം തേനും പപ്പടങ്ങൾ പല കൂട്ടം ഇഞ്ചിമാങ്ങ നല്ല നാരങ്ങാക്കറി വേപ്പിലക്കട്ടി പരിപ്പും പച്ചടിച്ചാറും കരിമ്പിന്നീർ നല്ല പാലും തേനും നല്ല പാലും തരിമ്പും സംശയമന്യേ വിളമ്പുന്നു വേണ്ടുവോളം വറുത്തുപ്പേരികൾ നല്ല ശർക്കരോപ്പേരികൾ നല്ല ചെറുതുമ്പപ്പൂവിനൊക്കും വെളുത്തുപ്പും വിളമ്പുന്നു എരിശ്ശേരി 4 കൂട്ടം പ്രഥമനങ് 5 കൂട്ടം പുളിശ്ശേരി 2 കൂട്ടം തൈരും മോരുമെന്നു വേണ്ട പപ്പടം പപ്പടമെന്നും പഴമെന്നും ഗുളമെന്നും പച്ചടി പച്ചടിയെന്നും പരിപ്പെന്നും ഒരു ഘോഷം അല്പമല്ലാ ഭുജിക്കുന്നു കഴുത്തോളം പൂർണ്ണമായിട്ട് അപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കല്ല അല്ലെ എന്താ പറയുന്നത്. അല്ല, ചോറുണ്ട്, നെയ്യുണ്ട്, നേന്ത്രപ്പഴക്കായുണ്ട്, വണ്ണൻ പഴമുണ്ട്, കണ്ണൻ പഴം, കാളിപ്പഴം, ഇങ്ങനെ ഒരുപാട് പഴങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലേ. പഞ്ചസാര ഗുളമുണ്ട്, തേനുണ്ട്, പപ്പടങ്ങൾ പല കൂട്ടമാണ്, നാരങ്ങാക്കറി, വേപ്പിലക്കട്ടി, പപ്പടം, പരിപ്പ്, പച്ചടി, അച്ചാറ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ, സദ്യയിലുള്ള ഒരുപാട് സാധനങ്ങളെ കുറിച്ച് പറയുകയാണ് അല്ലേ. ഇങ്ങനെ സംശയമില്ലാതെ വറുത്തുപ്പരികൾ എല്ലാ സാധനവും ആവശ്യത്തിലധികം ചോദിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, കൊടുക്കുകയാണ്. ചെറുതുമ്പപ്പൂവിനൊക്കും വെളുത്തുപ്പ്, തുമ്പപ്പൂവിൻ്റെ പോലെയുള്ള വെളുത്ത നിറത്തിലുള്ള ഉപ്പുണ്ട് അല്ലേ. എരിശ്ശേരി 4 കൂട്ടം, പായസം പ്രഥമന് 5 കൂട്ടമുണ്ട് അല്ലെ, പുളിശ്ശേരി 2 കൂട്ടം, തൈരും മോരും എന്ന് വേണ്ട അല്ലെ, പപ്പടം എന്ന് ചില ആളുകൾ സദ്യ വട്ടത്തിൻ്റെ വിളിച്ചു പറയാണ്, പപ്പടം അല്ലെ. പിന്നെന്താ പറയുന്നത്, പച്ചടി പരിപ്പ് എന്നൊക്കെ ഒരു വിഭാഗത്തിന് ആളുകൾ ഇങ്ങനെ വിളിച്ചു കൂവുന്നു അല്ലെ. കഴുത്തോളം പൂർണ്ണമായിട്ട് അപ്പുറത്ത് കവിഞ്ഞാലും തൃപ്തിയില്ല ചിലർക്കല്ലോ അല്ലെ, അല്പമല്ല ഭുജിക്കുന്നു അല്ലെ. ചിലർ ഇച്ചിരിയൊന്നുമല്ല തിന്നുന്നത് അല്ലെ, അതിന്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, ചിലർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ അല്ലെ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആളുകളെ പരിഹസിച്ചുകൊണ്ട് ആര് പറയാണ്, കുഞ്ചൻ നമ്പ്യാർ പറയാണ്. പഞ്ചേന്ദ്രോപാഖ്യാൻ എന്ന് പറയുന്ന കൃതിയിൽ നിന്നുമാണ് നമ്മളുടെ ഈ ഒരു പാഠഭാഗം എടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ, മനസ്സിലായോ? എന്താണ് പാഠഭാഗം എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം. ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ നമുക്ക് പരീക്ഷയ്ക്കുള്ളൂ. അപ്പോൾ അവസാന നിമിഷത്തേക്ക് മാറ്റി വെക്കാതെ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കുക. എല്ലാ വിഷയങ്ങളും കേട്ടോ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. ഇതിപ്പോൾ ആർക്കെങ്കിലും ഫ്രണ്ട്സിനൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെട്ടേക്കും. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും പാഠഭാഗം വേണോ, മലയാളം ഫസ്റ്റിൽ അതുപോലെ വേണ്ടി വരും അല്ലേ, അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടീച്ചർക്ക് ഇതേപോലെ കോണ്ടന്റ് വീഡിയോ ആയിട്ട് മക്കൾക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ അടിപൊളിയായി ചിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. ബൈ.